ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഒരാളെന്നോട് പറഞ്ഞേ, ഇജ്ജ് കാരണമാണ് എൻ്റെ ഭാര്യ ചീത്തയത് എന്ന് പറഞ്ഞിട്ടാ. എൻ്റെ ഭാര്യയുടെ സ്വഭാവം ചീത്തയത് എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ട് ഞാൻ കാരണമാണ്. ഞാൻ പറയണത് എന്താണെന്നറിയോ? ഞാൻ ഒരാളോടും ചീത്താവാനും പറയാറില്ല, നന്നാവാനും പറയാറില്ല. ആദ്യമൊക്കെ കുറച്ച് കാലം മുന്നൊക്കെ നന്നാവാൻ പറഞ്ഞിരുന്നു. നന്നായിക്കോളെ, നല്ലപോലെ ജീവിക്കണമെങ്കിൽ നല്ല ഓരോരോ കാര്യങ്ങൾ ഓരോരോ സമയത്ത് ചെയ്തോളെ, എന്നാലാണ് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഏജ് ആകുമ്പോൾ നിങ്ങൾക്ക് സമാധാനത്തോട് സന്തോഷത്തോടെ കൂടി ജീവിക്കാൻ പറ്റുള്ളൂ. ഓരോരോ കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്ത് വെച്ചാൽ ആണ് നമുക്ക് ഒരു ഏജൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 50 വയസ്സിൻ്റെ മേലൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു സമാധാനമായിട്ടൊക്കെ ഒന്ന് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ ചെറുപ്പക്കാരടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ. ഇപ്പം ഞാൻ അതും പറയാറില്ല. ഒരാളോട് ഞാൻ ചീത്താവാനൊന്നും പറഞ്ഞില്ല. ഒരു സപ്പോർട്ട് ചീത്താവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുക്കില്ല. ഒരു ചീത്ത കൂട്ടുകെട്ടും എനിക്കില്ല. ഒരാളായിട്ടും ഒരു ചീത്ത കൂട്ടുകെട്ടുമില്ല. പിന്നെ കൂടെ കൊണ്ട് നടക്കുന്ന ഫ്രണ്ട്സുകളും ഇല്ല. കട്ട ചങ്കായിട്ടുള്ള ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിലും കൂടി കൂടെ കൊണ്ട് നടക്കുന്ന ഫ്രണ്ട്സും ഇല്ല എനിക്ക്. അപ്പോൾ ആ ആൾ പറയണത് ഞാൻ കാരണമാണ് അവൻ്റെ ഭാര്യ ചീത്ത ചെയ്തെന്നാണ് അവൻ്റെ വെപ്പിട്ട എന്നോട് പറയാം. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് പറയുക, അതൊക്കെ അങ്ങനെയൊക്കെ പറയാൻ നാവ് കൊണ്ടുവന്ന് എന്തുകൊണ്ടാന്ന് പറയാം, എന്നെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയണത് എന്നെ മനസ്സിലാക്കിയവരാരും തന്നെ ഇല്ല ഈ ലോകത്ത്. പിന്നെ ചുരുക്കി പറഞ്ഞാൽ എന്നെ പ്രസവിച്ച എൻ്റെ ഉമ്മയായാലും ഞാൻ പ്രസവിച്ച എൻ്റെ മക്കൾ പോലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ, മനസ്സിലാക്കിയിട്ടില്ലെന്ന്. അപ്പം നമ്മളെ മനസ്സിലാക്കിയിട്ട് ഒരാൾ പെരുമാറുമ്പോൾ തന്നെ നമ്മളോട് പെരുമാറുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ആളെന്നെ മനസ്സിലാക്കിയിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളത്. അത് അല്ലാതെ നമ്മൾ ചിന്തിക്കാത്ത പോലത്തെ കാര്യങ്ങളും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും ഒക്കെ നമ്മളെ നേരെ ഓപ്പോസിറ്റുള്ളവർ പറയുമ്പോൾ അപ്പം എന്തെന്നാ നമ്മൾ പറയുക, നമ്മളെന്തെന്നാ മനസ്സിലാക്കേണ്ടത്? അവർ നമ്മളെ മനസ്സിലാക്കണില്ല എന്ന് തന്നെയാണ് അല്ലേ. പിന്നെ ഈ കൂടെ കിടന്നവർക്ക് രാപ്പനി അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയണത്, എൻ്റെ കൂടെ പിന്നെ 10 ആൾക്കാർ കിടന്നാലും ഒരാൾക്കും എൻ്റെ രാപ്പനിയും എൻ്റെ തലവേദനയൊന്നും ആർക്കും മനസ്സിലാവില്ല. ഞാനങ്ങനെയാണ്. അതെൻ്റെ തലവിധിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ പെരുമാറണത്. ഞാൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാതെ ദേഷ്യം വരികയും പിന്നെ ഞാൻ വല്ലാണ്ട് എല്ലാവരും ഉപദേശിക്കുകയും എല്ലാവരും നേരാക്കാൻ നോക്കുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഞാൻ നേരാവുന്ന ആൾക്കാരൊന്നും ഈ ലോകത്തില്ല. അപ്പോൾ അതിനായിട്ട് മെനക്കെടണ്ട, വെറുതെ ആ സമയം വേസ്റ്റ് ആക്കണ്ട. പിന്നെ അവരോട് പറയണതൊക്കെ നമ്മളെന്ത് പറയണമെന്ന് വെച്ചെങ്കിൽ അതൊക്കെ നമ്മൾ മലക്കുകൾ എഴുതി വെക്കുന്നല്ല പറഞ്ഞത്. വെറുതെ ഒരു മലക്കുകൾക്ക് പണി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാലങ്ങൾക്ക് ഇങ്ങോട്ട് ശേഷം ഞാൻ ആ പരിപാടി ഞാൻ നിർത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഒരാൾ ചീത്താവണ് കണ്ടാലും അത് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയണില്ല. ഞാനിപ്പോഴും ചീത്താവണ് കണ്ടാലും ഇനിയിപ്പോൾ ഞാൻ ചീത്താക്കാനൊന്നും ആരും ചീത്താക്കാൻ പോണില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും ചീത്താവണൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്കത് പറയാനുള്ളൊരു മനസ്സ് ഇപ്പോഴില്ല. എന്താ വെച്ചെങ്കിൽ അങ്ങനത്തെ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അവരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന മറുപടി ചിലപ്പോൾ എനിക്ക് ദഹിക്കുന്നതാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പരിപാടിക്കും നിൽക്കാനില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വെച്ചെങ്കിൽ ആ ആൾ നാഴിയിൽ അധ്വാനിക്കാൻ പോകണമെന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ആളൊറ്റക്കാണ്. പോരാതെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഹെൽപ്പ് എന്ന് പറഞ്ഞപ്പോൾ അവൾ ചീത്താവാനുള്ള ഹെൽപ്പ് അല്ലാട്ടോ ഞാൻ ചെയ്ത് കൊടുക്കണമെന്ന് പറയണത്. അതല്ല ഞാൻ പറയണത് എന്താ വെച്ചാൽ, അവനുള്ള സമയത്ത് കുട്ടികൾക്കൊക്കെ നല്ല നല്ല ഫുഡൊക്കെ പുറത്ത് പോയിട്ട് കഴിക്കാനും അതിനൊക്കെ കിട്ടിയിരുന്നു. ഇപ്പോഴും അവൾക്ക് പുറത്ത് പോയില്ലെങ്കിലും കുട്ടികളെ പറഞ്ഞയച്ച് വേടിപ്പിച്ചിട്ടൊക്കെ തിന്നണമൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും നമ്മളെന്തെങ്കിലും എൻ്റെ മക്കൾ വരുമ്പോൾ ഞാൻ ഒറ്റക്കാകുമ്പോൾ ഞാൻ ഇവിടെ ഒരു ഫുഡും ഉണ്ടാക്കണില്ല. പിന്നെ എന്തെങ്കിലും കുറച്ച് നമ്മൾ റേഷൻ പടി തരിയിട്ട് വെക്കുക, അതിനൊക്കെ എന്തെങ്കിലും ഒരു ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കുക കഴിക്കുക എന്നല്ലാതെ ഞാൻ അങ്ങനെ ചുരുമണമുള്ളത് ബിരിയാണി അങ്ങനത്തെ പോലെ ഐറ്റംസ് ഒന്നും ഞാൻ ഉണ്ടാക്കില്ല. അതിൻ്റെ മക്കൾ വരുമ്പോൾ മാത്രമേ ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ വെക്കുമ്പോൾ അവൾക്കും അവളെ കുട്ടികൾക്കും ഉള്ളതും കൂടി ഞാൻ വെക്കും. അപ്പോൾ എനിക്ക് സമാധാനം ഉണ്ടാവില്ല.
അപ്പം അത് ഞാൻ ആ കുട്ടികൾക്ക് കൊടുക്കും, അവർക്കും കൊടുക്കും. അതേപോലെ ഇനിയിപ്പോൾ റേഷൻ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുന്ന് അധികമായിട്ട് വല്ല അരിയ പൊടിയ ഗോതമ്പ് പൊടിയ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കും. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ആൾക്കാരായിട്ട് പുറത്തിറങ്ങിയാൽ ഒന്ന് അപ്പുറത്ത് പോയി ഒന്ന് സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ പോയി കുറച്ച് നേരം സംസാരിക്കും. അങ്ങനൊക്കെ ഉണ്ട് എന്നല്ലാതെ ഞാൻ അവരെ ചീത്താക്കാൻ ഒന്നിനും നന്നാക്കാനും പോണില്ല, ചീത്താക്കാനും പോണില്ല. പിന്നെ ഇപ്പോൾ അവിടെ എന്തെങ്കിലും ചീത്തായിട്ട് ഞാൻ കണ്ടാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഈ എന്താ അങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കാൻ ഞാൻ എന്തെങ്കിലും കണ്ടാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ പിന്നെ കാണാത്ത കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ? ഊഹിച്ചിട്ടൊന്നും എനിക്ക് പറയാം. ഊഹിച്ച് പറയുന്ന കാലം ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഊഹിച്ചിട്ടൊക്കെ പറയുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതും നിർത്തി ഊഹിച്ച് പറയുന്ന കാര്യം. പിന്നെന്താ പറയുക, എന്തോന്ന് പറയില്ലേ, ഇതൊരു വഴുതലുണ്ടായി പറയുമ്പോൾ ഓർമ്മയിൽ കിട്ടുന്നില്ല. എന്തെങ്കിലും കണ്ടാലല്ലേ ഇപ്പം നമുക്ക് തെറ്റ്, അത് തെറ്റാണ് അങ്ങനെ ചെയ്യണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളൊന്നും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ നമ്മൾ അറിയാം. പിന്നെ അവൻ കണ്ടുപിടിച്ചാൽ അവൻ ഭർത്താവാണ്, അവനെന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവന് ഭർത്താവിന് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഭർത്താവുമായിട്ടുള്ള അടുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ എന്നായിട്ടുണ്ട് അടുപ്പം. ഞാൻ പോകുന്ന ആ മുറ്റത്ത് എന്ന് പോലെ മരത്തെന്ന് കുത്തിരിക്കണം, എന്തെങ്കിലും 2-3 വർത്താനം പറഞ്ഞാൽ ആ കുട്ടികളായിട്ട് എന്തെങ്കിലും ഒന്ന് പറയുന്നത് കളിഞ്ഞിരുന്ന അമ്മാശം പറയുന്നത് തിരിച്ചു പോയിരുന്നതല്ലാതെ അവരുടെ ഉള്ളുകളിലും കാര്യങ്ങളൊക്കെ എനിക്കറിയും. അപ്പം അവ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമല്ല എനിക്ക് തോന്നി, വിഷമം മാത്രമല്ല എനിക്ക് തോന്നി, കുറച്ച് ദേഷ്യവും തോന്നി. അപ്പം പറഞ്ഞതിനുള്ള മറുപടി അപ്പം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആളോട് അങ്ങോട്ട് എന്തെങ്കിലും പോവാനാ, അതല്ലെങ്കിൽ അങ്ങോട്ട് പോവാനും തോന്നില്ല, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ തോന്നില്ല. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കുക തന്നെയാണ്. ഇനി എൻ്റെ മക്കൾക്കുള്ളൊരു ഹെൽപ്പ്, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഇനി ഉണ്ടാവില്ല, എന്തായാലും ഒന്ന് പറയണം വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ നാളെ പറഞ്ഞ പോലെ എല്ലാവിധ ഹെൽപ്പും ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം തന്നെ ആർക്കെങ്കിലും ഒരാൾക്കൊരു സഹായം ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ, എനിക്കതിന് എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് തന്നെയാണ് ആർക്കൊന്നും ചെയ്തു കൊടുക്കാൻ. നന്ദി പ്രതീക്ഷിച്ചുകൊണ്ട് ആർക്കൊന്നും ചെയ്തു കൊടുക്കലില്ല, അതും നിർത്തിക്കാണ് ഇപ്പോൾ. മറ്റത് നന്ദി പ്രതീക്ഷിച്ചിട്ടും കൊടുത്തിരുന്നു. ഇപ്പം അതും പ്രതീക്ഷിക്കണ്ടെന്നുള്ളത് അതും എൻ്റെ തലയിലെ വിധിയാണ്. അതൊന്നും എനിക്ക് വിധിക്കപ്പെട്ടതല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെ അത് നന്ദി പ്രതീക്ഷിച്ചിട്ടല്ല. ഇപ്പം എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം, നന്ദിയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഇപ്പോൾ ചുരുക്കം പറയാം, 10-25 കൊല്ലമായിട്ട് 24 വർഷത്തോളമായിട്ട് 24 വർഷമായി ഈ വീട് കയറ്റി ഇതിൽ വന്നിട്ട്. അന്ന് മുതൽക്ക് എൻ്റെ മക്കളെ പോലെ തന്നെ ഞാൻ സ്നേഹിച്ചിരുന്ന മക്കളാണ്. എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നതാണ്. അപ്പോൾ എന്ന് വരെ 1 മാസം മുമ്പ് വരെ കേട്ടാ ഇപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് കടക്കണില്ല, മിണ്ടണില്ല, വരുന്നില്ല, ഒന്നും ചോദിച്ചു വരില്ല. പക്ഷെ അത് എന്തെങ്കിലും ഒരു ദിവസം ഒരു 10-16 സാധനങ്ങൾ തന്നെ ചോദിച്ചു വരുമായിരുന്നു. അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഉണ്ടെങ്കിലല്ല, വെച്ചതാണെങ്കിൽ ഞാൻ അത് ഇല്ല, നമ്മളത് വെച്ചിട്ട് വെന്തിട്ടാണ് നമ്മളവിടെ ഇരിക്കുന്നത്, എൻ്റെ വീട്ടിലിരിക്കുന്നത് വെച്ചെങ്കിൽ അത് ഞാൻ അടുത്ത് കൊടുക്കലുണ്ട്, സഹായിക്കലുണ്ട്, എല്ലാം ചെയ്യലുണ്ട്. ഇപ്പം മിണ്ടണില്ല, വരുന്നില്ല, പറയണില്ല, ഒരു വഴക്ക് വർത്താനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ആരോ എന്നെ പറ്റി എന്തോ പറഞ്ഞു കൊടുത്തിക്കണം ആളോട്. അപ്പോൾ ആളത് കേട്ടിട്ട് വിശ്വസിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പം നോക്കി നോക്ക്, ഓരോരുത്തരെ യോഗം നോക്ക്, അപ്പം എൻ്റെ യോഗം നോക്ക്. അല്ലെങ്കിൽ ഞാൻ 24 വർഷമായിട്ട് അറിയണത് ആത്തെയാണ്. അവരങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ അവരങ്ങനെ പറയില്ല, അല്ലെങ്കിൽ അവരേനെ അങ്ങനെ എനിക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരോടൊക്കെ മിണ്ടായിരിക്കാൻ പറ്റില്ല. ഇത്രയും എല്ലാവിധ ഹെൽപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് തന്നിരുന്നതാണ്. അന്ന് വിചാരിച്ചിട്ട് അത് അങ്ങോട്ട് ഈ ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി വിട്ട് കളഞ്ഞില്ല, അത് കേട്ടിട്ട് തല വെച്ചിട്ട് ഇരിക്കുകയാണ്. ഒരു ഇതില്ല. ഞാൻ പറയണത് എൻ്റെ അടുത്തേക്ക് വരുന്ന ഓരോ കാര്യങ്ങൾക്കും എന്നോട് വരുന്നത്, എന്നോട് സഹായിക്കും, ഞാൻ സഹായിക്കണതൊക്കെ ഇപ്പം ആ പറഞ്ഞ എൻ്റെ പറ്റി കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് ഒരു നേരം ചെന്ന് നോക്കട്ടെ, അപ്പം അറിയാം ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളത്. അതിപ്പോൾ അവർക്ക് മനസ്സിലാവാത്തത് നോക്കണ്ട.
എൻ്റെ അടുത്തേക്ക് ഇനി കുറച്ച് ദിവസം വരാതിരിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ ആരടുത്തേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴാവും ആളെടുത്തേക്കൊന്ന് പോയോക്കാൻ നോക്കുക, ചിലപ്പോൾ ഒന്ന് പോയോക്കട്ടെ. അത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് എന്തിനേലും വരുമ്പോൾ പറയണം നിങ്ങളോട്. എൻ്റെ കുറ്റാര പറഞ്ഞെന്ന് വെച്ചാൽ ആളെടുത്ത് പോയി മേടിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു. ഒരു നേരം മേടിച്ചാൽ മതി, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണ പോലെ എപ്പോഴും വരണ്ട, ഒരു നേരം പോയി വാങ്ങിയിട്ട് വന്നാൽ മതി എന്ന് പറയാം. ഞാൻ പറയണത് ഇന്ന് ആരെയും കുറ്റം പറയല്ല, നേരം വെളുക്കുമ്പോൾ ഇരുന്നിട്ട് കുറ്റം പറയല്ല, പക്ഷെ എൻ്റെ തലവിധി പറയാണ് ഞാനേ. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എന്നൊന്നും അങ്ങനെ പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് അത്ര രക്തത്തിന് എന്താ പറയുക, അത്രയും നല്ല രക്തത്തിനാണ് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ എന്നെ മനസ്സിലാക്കുന്ന ഒരു രക്തം ഈ ലോകത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അതാണ് പറഞ്ഞു വരുന്നതല്ല, അത് അവരങ്ങനെ ചെയ്തുകൊണ്ടെന്നല്ല, അവർ ചെയ്ത പോട്ടെ. അവർ പറഞ്ഞ് ഇങ്ങോട്ട് വരാതിരുന്നാലും മിണ്ടാതിരുന്നാലും ഒക്കെ എനിക്ക് സന്തോഷമാണ്. എൻ്റെ കാര്യം അങ്ങനെ. ഞാൻ നാളൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, അതെന്നെ എന്നെ ആരും ഒഴിവാക്കിയാലും എന്നോട് ആരും ഉണ്ടായിരുന്നാലും ഒക്കെ എന്നോട് പറയാണ്ടിരുന്നാൽ ഒക്കെ എനിക്ക് സന്തോഷമാണ്. കാരണം അത് കേൾക്കണ്ട, അതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണ്ടല്ലോ. അവർ വന്നാൽ അവരോട് സംസാരിക്കാൻ ആ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണ്ട, അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ആരും പിന്നെ എന്നെ മനസ്സിലാക്കിയില്ല വെച്ചിട്ട് എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം വിഷമില്ല എന്നല്ല, അപ്പം ഇതിങ്ങനെ പറഞ്ഞപ്പോൾ വിഷമം ഉണ്ടായിട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവളെ അത്രയും സഹായിക്കലും സ്നേഹിക്കലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവൻ അത്രതായിട്ട് എന്നെ പറഞ്ഞത്, ഈ കാരനാണ്. അപ്പം ഞാൻ ആരും നന്നാക്കാനും ആളല്ല, ഇതാക്കാനും ആളല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഒരു മനസ്സിലൊരു എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഒരു ബുദ്ധിയും ബോധമൊക്കെ വെച്ചോടത്തുനിന്ന് തന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു. കാരണം 50 വയസ്സ് കഴിഞ്ഞിട്ട് കഷ്ടപ്പെടാൻ സാധിക്കില്ല എന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചതാണ്. കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഇടങ്ങാറായി ബുദ്ധിമുട്ടി വലഞ്ഞ് ജീവിക്കാൻ ഒരു ഏജ് കഴിഞ്ഞ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാലത്തിന് മുന്നേ തന്നെ ഓരോ കാര്യങ്ങളും ഒരു ചെറിയതായാലും നമുക്കൊരു വീട് വേണം, നമുക്ക് മക്കളൊക്കെ അതായത് സമയത്ത് കല്യാണം കഴിച്ചാൽ പ്രാരബ്ധങ്ങളൊക്കെ ഒതുങ്ങണം, അവരാ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം. അതൊക്കെ നമ്മളുടെ ഒരു 50 വയസ്സിന് ഏജിന് മുന്നേ തന്നെ എല്ലാം കഴിഞ്ഞിരിക്കണം. എന്നാലാണ് നമുക്ക് 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷമായിട്ടും സമാധാനമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യമേ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റേതായ പിന്നെ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു ഇപ്പം തന്നെ വീട് കെട്ടണം, ഇപ്പം തന്നെ പെൺകുട്ടികളെ കെട്ടിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഇപ്പം തന്നെ മാറണോ, കുടുംബത്തിൽ നിന്ന് ഇപ്പം തന്നെ മാറണോ, അങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ അപ്പം തന്നെ മാറണമെന്ന് പറഞ്ഞാൽ അത് അപ്പം ചെയ്യേണ്ട കാര്യമാണ്, അപ്പം ചെയ്യണം. പിന്നെ 50 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യെടുത്ത് 50 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ഉണ്ടാവും. അപ്പോൾ അതും കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്യേണ്ടത് ഇപ്പം ചെയ്യണം. 50 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യാൻ വേറെ കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ ഒക്കെ കൂടി 50 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മറ്റിച്ചാൽ ആരെ കഷ്ടപ്പെടുക, നമ്മൾ തന്നെ കഷ്ടപ്പെടും. അപ്പോൾ ഓരോരോ സമയമുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓരോ സമയമുണ്ട്, അത് ആ സമയത്ത് ചെയ്യണം. എന്നാലാണ് നമുക്കൊരു ഏജ് വന്നാൽ സമാധാനമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ വയസ്സായി വയ്യാണ്ടായി ഓരോരോ രോഗങ്ങളും കഷ്ടപ്പാടിൻ്റെ ഇടയിൽ നമ്മൾ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഇങ്ങനെ പെടാപാട് പെടേണ്ടി വരും. അതാണ് പറയണത്. അപ്പം അതാണ് ഇന്നത്തെ സംസാര വിഷയം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.